ഹായ് ഗായ്സ്, ഇത് ഒമാനിലെ ഗ്രാൻഡ് മസ്ജിദ് ഞങ്ങൾ കാണാൻ പോണ വീഡിയോ ആണ്. വൈകുന്നേര സമയത്താണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു റോഡിൽ. നല്ല രസമാണ് ഇവിടുത്തെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ. ഇനി ഞങ്ങൾ ഗ്രാൻഡ് മസ്ജിദ് എത്താനായിട്ടുണ്ട്. കുറച്ച് പോയാൽ മതി. ഞങ്ങളിപ്പോൾ പോകുന്ന പാലത്തിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഗ്രാൻഡ് മസ്ജിദ്. ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഒരു സൈഡ് ചുറ്റും മലകളാണ്, പാറകൾ നിറഞ്ഞിട്ടുള്ള മലകളാണ്. ഇതാണ് കേട്ടോ ഗ്രാൻഡ് മസ്ജിദ്. ദൂരത്തു നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഭംഗി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഫസ്റ്റ് ഗേറ്റ് അടിച്ചിട്ടിട്ടതായിരുന്നു. അതുകൊണ്ട് വേറെ വഴിക്ക് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അത് തുറന്നിട്ടിട്ടുള്ളതായിരുന്നു. ആ വഴി കൂടി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. വൈകുന്നേരം ആയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അതിൻ്റെ വേറൊരു ഗേറ്റ് കൂടി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ചെറിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, പാർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുന്നത്. ഇതാണ് കേട്ടോ ആ ബിൽഡിങ്. നമ്മൾ പാർക്ക് ചെയ്ത് നേരെ അതിൻ്റെ ഉള്ളൊന്ന് കാണാൻ കയറി. എന്താണെന്ന് അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ വരുന്നത്. അപ്പം അതതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. സെയിം അവിടെയും ഈ ലൈറ്റ് കണ്ടോ, ഇത് ഈ പള്ളിയിൽ മൊത്തത്തിൽ അങ്ങനത്തെ ലൈറ്റാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനുണ്ട് കേട്ടോ ഒരു സൈഡിൽ. ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വാഷ്റൂമാണ് കേട്ടോ. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയൊക്കെ ജെൻസ് ആണുങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ വാഷ്റൂമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ മൊത്തം ടൈലിട്ടിട്ടുണ്ട്. ഒരു ഡിസൈനിൽ അങ്ങനെയാണ് കേട്ടോ ടൈലിട്ടത്. പിന്നെ ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഈ ലൈറ്റ് ഒരു ആൻറ്റിക് ലൈറ്റ് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് മൊത്തത്തിൽ. പിന്നെ ഒരു ഹാളാണ് സെൻട്രൽ കൂടി. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നടുക്കൊരു വെള്ളം ഇങ്ങനെ ചാടുന്ന പോലെ ചെറിയൊരു സംഭവം ഇടുക, വലിയ ഫോഴ്സിലൊന്നും ഇല്ലാതെ. പിന്നെ മറ്റേ സൈഡിലും ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ ആണുങ്ങളതും ഒരു സൈഡിൽ പെണ്ണുങ്ങളതും ആയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെ അധികം കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹോള് പോലെ തന്നെയുള്ളൂ കേട്ടോ സെൻറ്ററിൽ. പിന്നെ രണ്ട് സൈഡിലും ബാത്റൂമും കാര്യങ്ങളും മാത്രം. പിന്നെ നമ്മൾ വേഗം തന്നെ നടന്ന് പള്ളി കാണാൻ പോവാണ്. കാരണം നമ്മൾ ഈവനിങ്ങിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം രാത്രി ആകുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് വീട്ടിലെത്തുകയും വേണം. അപ്പോൾ പള്ളി കാണുന്ന സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കാണാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ മാത്രമേ കയറ്റുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. ഞങ്ങളൊരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പള്ളീൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടത് ഒരു മിനാരാണ് കേട്ടോ. 5 മിനാരങ്ങളാണ് കേട്ടോ ഈ പള്ളിക്കുള്ളത്. 4 മൂലയിലൊരു മിനാരും പിന്നെ സെൻറ്ററിലൊരു മിനാരും. അതായത് ഫസ്റ്റ് പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറുന്ന മെയിൻ ഗേറ്റിൻ്റെ ആ ഒരു മിനാരത്തിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ മെയിൻ ഗേറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതാണ് ഒരു മൂലക്കിൽ വരുന്നിട്ടുള്ള മിനാരം. നമ്മൾ വന്ന സൈഡിൽ അതിലെങ്ങനെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോണിപ്പടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ സെൻറ്ററിലത്തെ മിനാരത്തിൻ്റെയും നടുക്ക് കൂടിയും ഒരു 3 കുഞ്ഞൊരു എന്താ പറയുക ഒരു ഇങ്ങനെ ഷേപ്പിലുള്ള വലിയൊരു ഡോറിൻ്റെ ഒരു ആർച്ചുകളുണ്ട്, 3 ആർച്ചുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെയും അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട്. അതേ സെയിം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പം കണ്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ഇല്ലേ, അത് എന്തോ കോടതി കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടത്. ഇതാണ്ടില്ലേ, ഇതാ മെയിൻ ഗേറ്റിൻ്റെ അപ്പുറത്തുള്ള ആ 3 ആർച്ചിൻ്റെ മുമ്പ് കൂടി വരുന്നതാണ് കേട്ടോ നടന്ന് വരാൻ വേണ്ടി. ഫസ്റ്റ് ഒരു കുഴി പോലെ ഒരു ടൈലിട്ടൊരു ഡിസൈനിങ്ങിലാണ് കേട്ടോ മൊത്തം ഒരു ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇവിടുന്ന് നേരെ നോക്കിയാൽ ആ പറഞ്ഞ കോടതി ആ ബിൽഡിങ് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ ഫ്രണ്ട് എന്താ പറയുക, നമ്മളെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് തന്നെ നല്ല ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പല കളറിൽ, ഒരേ ചെടികൾ തന്നെ പല കളറിൽ നല്ല കളർഫുള്ളായിട്ട് തന്നെ പറയാം. എല്ലാം എടുത്ത് കാണുന്ന കളറായിട്ട്. മഞ്ഞ എന്ന് പറഞ്ഞാൽ ലൈറ്റ് മഞ്ഞ, നല്ല ഡാർക്ക് നല്ല മഞ്ഞായിട്ട് തന്നെയാണ് കേട്ടോ.
വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ കാണാൻ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഗേറ്റ് വരുന്നത്. ഈ ഗേറ്റ് അടച്ചതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഗേറ്റിൽ കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ വലിയ മിനാരം നിൽക്കുന്നത്. അതിൻ്റെ അടിയിൽ കൂടിയാണ് ഫസ്റ്റത്തെ മെയിൻ എൻട്രി എന്ന് പറയുന്നത്. പള്ളിയുടെ കാണുന്നതാണ് ഗ്രാൻഡ് മസ്ജിദ്. ഈ കാണുന്നതാണ് കേട്ടോ ഗ്രാൻഡ് മസ്ജിദ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണുള്ളൂ, കയറിപ്പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുൾ സ്ലീവ് ഇടണം കേട്ടോ. കൈ ഫുള്ള് മറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റത്തുള്ളൂ. കൈ നല്ലോണം നമ്മളെ കൈ ഫുള്ള് മറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റൂല. പിന്നെ അങ്ങോട്ട് കയറി വരുമ്പോഴുള്ള ആ മിനാരത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡിസൈനിങ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോരോ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു രണ്ട് സൈഡിലോട്ട് രണ്ട് നടപ്പാതുണ്ട് കേട്ടോ. അതിലൊക്കെ ഓരോരോ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഷൂറാക്കുകളുണ്ട് കേട്ടോ ഇവിടെ ഫസ്റ്റിൽ. ഇനി ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് സൈഡിലും വാഷ്മേറ്റാണ്. ഞാൻ മുന്നിൽ നാട്ടിൽ. പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് പുറത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ. അത് പുറത്ത് ഈ പള്ളീൻ്റെ ഉള്ളിലല്ല, പുറത്ത് അവിടെ ഇവിടെ ഉള്ളൊരു പള്ളിയാണ്. അത് പള്ളീൻ്റെ മിനാരാണ് കേട്ടോ. ഈ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടി നേരെ നോക്കിയാൽ ഇത് ഫ്രണ്ടിലുള്ള പോലെ തന്നെ ബാക്കിലോട്ടും ഉണ്ട്. പക്ഷേ ഇതാണ് മെയിൻ എൻട്രി വരുന്നത്. അവിടെ ഈ ഒരു വലിയ മിനാരവും അതിൻ്റെ എൻട്രി ഒന്നും ബാക്ക് ഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ. മിനാരല്ല, പക്ഷേ എങ്കിൽ എൻട്രിയും കാര്യങ്ങളും ഇങ്ങനത്തെ വഴികളൊക്കെ ബേക്കിലുണ്ട് കേട്ടോ. 4 മൂലയിലും 4 ആർച്ചുകളുണ്ട്. ഇതുപോലെ തന്നെ ഈ പള്ളിൻ്റെ മെയിനായിട്ട് വലിയൊരു മിനാരം നിൽക്കുന്നില്ല, അതിൻ്റെ അടിയിലുള്ള അതിൻ്റെ 4 ഒരു ചുമരുകളെ 4 മൂലക്കും 4 ഡോറുകളുണ്ട് കേട്ടോ, ഒരു 6 അടി വലിപ്പത്തിൽ. പിന്നെ ഇവിടെ കൊത്തുപണി, നല്ല ഭംഗിയുള്ള കൊത്തുപണി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ കുറേ നമ്മളെ കാലിഗ്രാഫി എഴുത്തുകളുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഡബിൾ ഡോറായിട്ട് 3 ഡോറുകളുണ്ട് കേട്ടോ. ഓരോരോ ആർച്ചിൻ്റെ ഉള്ളിലുമായിട്ട്. പക്ഷേ അത് ഒരുപാട് വീഡിയോ കാര്യങ്ങളുള്ള ഡോറുകളല്ല, സാധാ ഒരു നമ്മളെ സാധാ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് ഡോറിൻ്റെയൊക്കെ അതേ ഒരു വീതിയിൽ വരുന്ന 2 ഡബിൾ ഡോർ നല്ല ഹൈറ്റിൽ കേട്ടോ. പിന്നെ ഓരോരോ മൂലയിലും കണ്ടില്ലേ ഇങ്ങനെ ഓരോരോ ഡോറുകളുണ്ട് കേട്ടോ. അത് ഫ്രണ്ട് സൈഡിൽ മാത്രം അങ്ങനെ 2 ഡോറുള്ളൂ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഓരോരോ സൈഡിലും ഒരൊറ്റ ഡോറേ ഉള്ളൂ കേട്ടോ. കാരണം ഈ സൈഡിൽ വരുന്നത് കിബില ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പാകത്തിനായിട്ടുള്ള ഡോറില്ല. പിന്നെ ഒരു മിനാരം പോലെ ഇപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത്, അവിടേക്കാണ് അതിൻ്റെ മെമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ സൂര്യൻ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിരുന്നു, ഇപ്പോൾ അപ്പുറം എത്തിയിട്ട് സൂര്യൻ അസ്തമിക്കാനാവുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓരോരോ ഇതിൻ്റെ ജനൽപ്പാളിക്ക് പകരമായിട്ട് ഓരോരോ വിൻഡോയിലും കൊടുത്തിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്, അത് അടിപൊളിയാണ് കേട്ടോ. രാത്രി ലൈറ്റ് ഇടുന്ന സമയത്ത് അതിൽ ഒരു റിഫ്ലക്ഷൻ, അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് കിബിലേൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ ഇവിടെ ഡോറും കാര്യങ്ങളൊന്നും മെയിനായിട്ടില്ല കേട്ടോ. ഈ കിബിലേൻ്റെ സൈഡൊക്കെ ആയിട്ട് വരുന്നത് ഇതാണ്. ബാക്കിലിട്ടുള്ള 3ാമത്തെ ഒരു മൂലയിൽ വരുന്നിട്ടുള്ള ഡോർ കേട്ടോ. 4 ഭാഗത്തും 4 മിനാരങ്ങൾ, ഒരേ ഡിസൈനിങ് ഒരേ ഹൈറ്റ് വെയിറ്റിലൊക്കെ വരുന്നുള്ള മിനാരം. സെൻറ്ററിൽ മാത്രം കുറച്ച് വലുത്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ കയറിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ അത് മെയിൻ എൻട്രിൻ്റെ. അവിടെയാണ് വുളു എടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും. പിന്നെ ഓരോരോ ഈ നടക്കുന്ന ഈ ആർച്ചിൻ്റെയൊക്കെ നടുവ് കൂടി ഉള്ള ടൈലൊട്ടിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഈ ലൈറ്റാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ബാക്ക് ഭാഗത്തോട്ടുള്ള കയറാൻ ഞാൻ പറഞ്ഞില്ല സ്ഥലങ്ങളുണ്ട്, ഇതേ ഫ്രണ്ടിലത്തെ മാതിരി തന്നെ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെയുള്ള ഗേറ്റുകളൊക്കെ പൂട്ടി വെച്ചതാണ്. ഫ്രണ്ടിലൂടെ മാത്രമേ ഇങ്ങോട്ട് കയറാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. പിന്നെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് സെക്യൂരിറ്റി ഒന്നുമില്ല. ഇവിടുത്തെ സീലിങ്ങിൻ്റെ ഒരു ഡിസൈനിങ് ആണ് കേട്ടോ ഇത്. അതിൻ്റെ മോൾ ഭാഗത്ത് ഹോളല്ല, അവിടെ ഗ്ലാസ് വെച്ച് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഓരോ ആർച്ചിലും ഈ ഇവിടെ ഇതുണ്ട് കേട്ടോ, ഷൂറാക്കുകൾ, വലിയ ഷൂറാക്കുകളാണ്. എന്താ പറയുക, അതായത് ഒരുപാട് തട്ടുകളുള്ള ഷൂറാക്കാണ്. ഒരുപാട് വലിപ്പം ഓവറില്ല. നമ്മളെ 2 ചെരുപ്പുകൾ ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പാകത്തിനുള്ള വലിപ്പം തന്നെയുള്ളൂ കേട്ടോ. ഒരു റാക്കിൽ ഒരാളെ ചെരുപ്പ് കറക്റ്റ് മാത്രമേ കൊള്ളുള്ളൂ. പിന്നെ വുളു എടുക്കുന്ന സൗകര്യത്തിനുള്ളതാണ് കേട്ടോ ഇത്. വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴോട്ടൊക്കെ വലിയ കുറേ ഉണ്ട്. ഇത് ചെറിയൊരു വുളു എടുക്കുന്ന സൗകര്യം. പക്ഷേ ഇവിടെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ നമുക്ക് പേടിയാവും, അത്രയ്ക്ക് വലിപ്പമുണ്ട് കേട്ടോ അത്. പിന്നെ അവിടെ ഒരു ഡാർക്ക് കൂടി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് മറ്റേ സൈഡിലുള്ള 3 ഡോറുകളാണ് കേട്ടോ.
പിന്നെ ഇതേ ഒരു ഡിസൈനിലാണ് ഫ്രണ്ടിൽ പള്ളിൻ്റെ ഈ മിനാരത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതിനുള്ളതും. ഇവിടാണ് കേട്ടോ ഈ മെയിൻ ഡോറ്. ഫസ്റ്റത്തെ ആ വലിയ മിനാരത്തിൻ്റെ നേരെ വരുമ്പോഴാണ് പള്ളീൻ്റെ ആ മെയിൻ മെമ്പറിൻ്റെയൊക്കെ അങ്ങോട്ടുള്ള മെയിൻ ഡോറായിട്ട് വരുന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ വുളു എടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സൈഡിലോട്ടാണ് ആർച്ചും ബാത്റൂം കാര്യങ്ങൾ ജെൻസിൻ്റെ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മോൾ ഭാഗത്തുണ്ട് കേട്ടോ, പല ഡിസൈനുകളൊക്കെ. ഇത് നമ്മളെ നാട്ടിലെ തെച്ചിപ്പൂവാണ്. ഇത് നമ്മളെ കുറ്റിച്ചെടി മാതിരി വെട്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ദൂരത്ത് നോക്കിയപ്പോൾ വേറെ എന്തോ ചെടിയാണെന്നാണ് ആദ്യം കരുതിയത്. അടുത്തെത്തിയപ്പോൾ ഇത് നമ്മളെ സാധാ തെച്ചിപ്പൂ കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞു പൂവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. റെസിൻ ആർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞി പൂക്കൾ, പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ ഈ പൊട്ടിയൊക്കെ അല്ലേ, ഒരു വെള്ളം ഉള്ള ചെടികൾ, അങ്ങനത്തെ ചെടികളാണ് കേട്ടോ അതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ പള്ളീൻ്റെ മെയിൻ എൻട്രി ഉണ്ടത്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അതിങ്ങനെ കയറി കാണുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനും. പക്ഷേ എന്നാലും ഓവർ ആൾക്കാർ അങ്ങനെ ആയിട്ടില്ലാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പള്ളീൻ്റെ അങ്ങോട്ട് ചെരുപ്പിടാനൊന്നും പറ്റില്ല കേട്ടോ. ചെരുപ്പ് നമ്മൾ ഊരി വെച്ചിട്ട് പോകണം. ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആ പള്ളീൻ്റെ അടിയിൽ 2 ഡോറുകളായിട്ട് അവിടെ അത് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉള്ള ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ മെമ്പർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ലൈറ്റ് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ് കേട്ടോ. ഉള്ളിലോട്ട് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. മാത്രമല്ല ഇത് ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയും കൂടിയാണല്ലോ. നല്ല ഭംഗിയും കാര്യങ്ങളും തന്നെ ഉണ്ട്. നമ്മൾ സൂം ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ അത് ഫുള്ളായിട്ടൊന്നും മെമ്പറിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഉമ്മ അങ്ങോട്ട് കയറിയില്ലേനു. ഉമ്മൻ്റെത് കുറച്ചൊരു ഫുൾ സ്ലീവ് കുറച്ചുകൂടി വേണമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ പിന്നെ വേഗം ഇറങ്ങുകയും ചെയ്തിട്ടു. പിന്നെ അധികം ഇങ്ങനെ നടന്ന് കാണാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾക്ക് കുറേ പള്ളിയല്ലേ, കുറേ ഇങ്ങനെ കാണാനും ആവാനും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല. മ്യൂസിയം അങ്ങനത്തതൊന്നും അല്ലല്ലോ, പള്ളിയല്ലേ, നമ്മൾ ചുറ്റി കണ്ട് നേരെ ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥിരം പല്ലവിയാണ്. കുറച്ചൊന്ന് എവിടെ പോയിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, കരച്ചിലുണ്ടാവും. അതാണ് കേട്ടോ സംഭവം. ഇപ്പം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പോൾ മഗ്‌രിബായിട്ടുണ്ട് കേട്ടോ. അപ്പം രാത്രിയായി തുടങ്ങുന്നുണ്ട്. അപ്പോഴൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ലൈറ്റിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പം നമ്മളെ സെൻറ്ററിലുള്ള മിനാരത്തിലൊക്കെ ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. കാരണം ഹസ്ബൻഡിന് രാവിലെയാണ് ഡ്യൂട്ടി. അപ്പം നമ്മൾ നേരം വൈകി ബ്ലോക്കിലൊക്കെ പെട്ട വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ബ്ലോക്ക് പെട്ടാൽ എത്താൻ സമയം വൈകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോന്നിട്ടുണ്ട്. രാത്രിയിലെ പള്ളീൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത് നല്ലോണം നൈറ്റ് ആയിട്ടില്ല, കുറച്ചൊന്ന് രാത്രിയായി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അന്നപ്പോഴുള്ളൊരു വീഡിയോ ഉണ്ട്, അതായത് ഒരു 5:30-5:45 ആവുന്ന ഒരു ടൈമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇപ്പം തന്നെ കാണാൻ. അപ്പം ഒന്നുകൂടി രാത്രി ആയാൽ ഇതിനേക്കാൾ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഡാർക്കിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പള്ളീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയിലെ പോരായ്മകളൊക്കെ കമൻറ്റ് ചെയ്യുക. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ വീണ്ടും കാണാം. ബൈ ബൈ.